രാജാവിനു വേണ്ടി മുറവിളി. ശൗൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിന്റെ ന്യായാധിപന്മാരായി നിയമിച്ചു. പക്ഷേ അവർ പിതാവിന്റെ മാർഗം പിന്തുടർന്നില്ല. പണം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ജനം സാമുവേലിനെ സമീപിച്ച് തങ്ങൾക്കൊരു രാജാവ് വേണം എന്നാവശ്യപ്പെട്ടു. സാമുവേലിന് പക്ഷേ അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും ജനങ്ങളുടെ മനസ്സ് മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ അവരുടെ ആഗ്രഹം കർത്താവിന് മുന്നിൽ ഉണർത്തിച്ചു. അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു. ശൗൽ അഭിഷിക്തനാകുന്നു. ശൗൽ ജനത്തെ മിസ്പയിൽ കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി. രാജാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അവർ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം തന്റെ അടുക്കൽ വരുത്തി. കുറിയിട്ട് ബെഞ്ചമിൻ ഗോത്രത്തെ തിരഞ്ഞെടുത്തു. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നും ഇത്രി കുടുംബത്തിന് കുറി വീണു. ഈ കുടുംബത്തിലെ യീശുവിന്റെ മകനായ സാമുവേലിനാണ് കുറി വീണത്. ശൗൽ പാണ്ടങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. കർത്താവിന്റെ ശബ്ദം കേട്ട് ജനം ഓടിച്ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. ജനമധ്യേ നിന്നപ്പോൾ മറ്റാരെയുംകാൾ അവന്റെ ശിരസ്സും തോളും ഉണർന്നു നിന്നു. ജനക്കൂട്ടത്തോട് ചോദിച്ചു, കർത്താവ് തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നില്ലേ? അവനെപ്പോലെ മറ്റാരുമില്ല. അപ്പോൾ രാജാവ് നിന്നാൽ വാഴട്ടെ എന്ന് ജനം ആർത്തു വിളിച്ചു. ശൗൽ ഇസ്രായേലിന്റെ രാജാവായതിനു ശേഷം മോവാബ്യർ, അമ്മോന്യർ, എദോമ്യർ, ഫിലിസ്ത്യർ എന്നിവരുടെ മേലെല്ലാം വിജയം നേടി ഇസ്രായേലിന്റെ കവർച്ചക്കാരുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. എന്നാൽ കർത്താവിന്റെ കൽപ്പന പൂർണ്ണമായി പാലിക്കാതിരുന്നതിന് സാമുവേലിനു വിനയായി. ശൗൽ കൽപ്പന ലംഘിക്കുന്നു. ഒരു ദിവസം കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് സാമുവേൽ ശൗലിനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: ഇസ്രായേല്യർ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ വഴി വച്ച് അമലേക്യർ അവരെ എതിർത്തു. അതിനാൽ കർത്താവ് അമലേക്യരെ ശിക്ഷിക്കുകയാണ്. നീ പോയി അമലേക്യരെയെല്ലാം വധിക്കുകയും അവർക്കുള്ളവയെല്ലാം നശിപ്പിക്കുകയും വേണം. ശൗൽ സാമുവേലിന്റെ നിർദ്ദേശപ്രകാരം അമലേക്യരെ ആക്രമിച്ചു. എന്നാൽ അവൻ എല്ലാവരെയും കൊന്നില്ല. അമലേക്യരുടെ രാജാവായ അഗാഗിനെ ശൗൽ ജീവനോടെ പിടിച്ചു. ആടുമാടുകളിൽ നല്ലവയും നശിപ്പിക്കാതെ സൂക്ഷിച്ചു. കൊള്ളവസ്തുക്കളിൽ വേണ്ടവ എടുക്കാൻ ഭടന്മാരെ അനുവദിച്ചു. അങ്ങനെ കർത്താവിന്റെ കൽപ്പനയെ പൂർണ്ണമായി അനുസരിക്കാതിരുന്ന ശൗലിനെ കർത്താവിന്റെ ആത്മാവ് വിട്ടുപോയി. പിന്നീട് ദാവീദിന്റെ കാലമായിരുന്നു.